ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 80ാമത്തെ ദശകം നോക്കാം. സ്യമന്തകം. 1-ാമത്തെ ശ്ലോകം. സത്രാജിതസ്ത്വമതലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാജി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢും. പദം കുറിച്ച് പറയാം. സത്രാജിതഃ ത്വം അഥ, സത്രാജിതസ്ത്വമഥ ലുബ്ധവത് അർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാചിഹി തത് കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യ ആത്മജാം ത്വയി രതാം ചലതഃ വിവോഢും. ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ, അഥ അനന്തരം, ത്വം അവിടുന്ന്, ലുബ്ധനെ പോലെ, അർക്കലബ്ധം സൂര്യനിൽ നിന്ന്, അർക്കലബ്ധം സത്രാജിതഃ ആ സത്രാജിത്തിന് സൂര്യനിൽ നിന്ന് ലഭിച്ച ദിവ്യം സ്യമന്തകമണിം ദിവ്യമായ ആ സ്യമന്തകരത്നത്തെ യാചിച്ചു. തത് കാരണം അതിന് കാരണം ബഹുവിധം മമ ഭാതി ബഹുവിധമാണെന്ന്, പലതാണെന്ന് എനിക്ക് തോന്നുന്നു. ത്വയി രതാം അങ്ങയിലെ രതാം അനുരക്തയായവളും, തസ്യ ആത്മജാം സത്രാജിത്തിൻ്റെ, തസ്യ എന്ന് പറയുമ്പോൾ അവൻ്റെ, സത്രാജിത്തിൻ്റെ പുത്രിയുമായ ചലതഃ ആ സത്യഭാമയെ, ആ പുത്രിയെ, സത്യാജിത്തിൻ്റെ പുത്രിയെ എന്ന് പറയുമ്പോൾ സത്യഭാമയെ, ചലതഃ വിവോഢും സൂത്രത്തിൽ വിവാഹം ചെയ്യാനായിട്ട്, അതിനു വേണ്ടിയിട്ടാണെന്ന് നൂനം ഞാൻ ഉറപ്പിക്കുന്നു, എനിക്ക് നിശ്ചയമുണ്ട് എന്ന് പറയുമ്പോൾ 79ാമത്തെ ദശകത്തിലെ രുക്മിണി പരിസാന്ത്വനം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് കൽപ്പത്തൂര് സ്യമന്തകോപാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ സൂര്യനിൽ നിന്ന് സത്രാജിത്തിന് ലഭിച്ച ഒരു സ്യമന്തകരത്നത്തെ ഭഗവാൻ ഒരു കൊതിയനെ പോലെ യാചിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, തത് കാരണം ബഹുവിധം മമ ഭാതി. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ രത്നം യാചിക്കാനുള്ളതിൻ്റെ കാരണം പലതാണെന്ന് എനിക്ക് തോന്നുന്നു. ബഹുവിധം മമ ഭാതി, അത് പലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ സത്രാജിത്ത് എന്ന യാദവൻ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് നേടിയതാണ് ഈ സ്യമന്തകമണി. ആ രത്നത്തിൻ്റെ ഒരു പ്രത്യേകത, ആ രത്നം വെച്ച് പൂജിക്കുന്ന ഗൃഹത്തിൽ എല്ലാ ദിവസവും 8 ഭാരം സ്വർണം ഉണ്ടാകുന്നതാണ്. ഇവിടെ മേൽപ്പത്തൂര് ആ യാചിക്കാനുള്ള കാരണം പറയുന്നത്, ആ രത്നം ഭഗവാൻ സത്രാജിത്തിനോട് യാചിച്ചു എന്ന് പറയുമ്പോൾ യാചിക്കാനുള്ള കാരണം പറയുന്നത്, വളരെ കാലമായിട്ട് ഭഗവാനിലെ അനുരക്തയായിട്ട് ഭഗവാനെ തന്നെ കാത്തിരിക്കുന്ന സത്രാജിത്തിൻ്റെ മകളായ സത്യഭാമയെ സൂത്രത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാചന എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ മേൽപ്പത്തൂര് അങ്ങനെ വിചാരിക്കുന്നു. ഇനി 2-ാമത്തെ ശ്ലോകം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. പദം കുറിച്ച് പറയാം. അതത്തം തം തുഭ്യം മണിവരം അനേന അല്പമനസ, മണിവരമനേനാൽപമനസ പ്രസേനഃ തത് ഭ്രാത പ്രസേനസ്തദ്ഭ്രാത ഗളഭുവി വഹൻ പ്രാപ മൃഗയാം അഹന്നേനം സിംഹഃ മണിമഹസി മാംസഭ്രമവശാത് കപീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അല്പമനസ അല്പബുദ്ധിയായ
അനേന ആ സത്രാജിത്തിനാൽ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് അതത്തം കൊടുക്കാതിരുന്ന തം മണിവരം ആ മികച്ച രത്നത്തെ ഗളഭുവി വഹൻ കഴുത്തിൽ ധരിച്ചുകൊണ്ട് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് തത് ഭ്രാത പ്രസേനഹ സത്രാജിത്തിന്റെ സഹോദരനായ പ്രസേനൻ മൃഗയാം പ്രാപ നായാട്ടിന് പോയി. സിംഹ മണിം അഹസി മാംസഭ്രമവശാത് ഒരു സിംഹം മണിം അഹസി ആ രത്നത്തിൻ്റെ തിളക്കത്തെ കണ്ടിട്ട് മാംസഭ്രമവശാത് മാംസമാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് ഏനം അഹൻ ആ പ്രസേനനെ വധിച്ചു. അബീച്ച അത് മാത്രമല്ല കപീന്ദ്രഹ തം ഹത്വ അപ്പോൾ ഒരു കുരങ്ങൻ അത് കണ്ടിട്ട് തം ഹത്വ ആ സിംഹത്തെ ഹത്വ വധിച്ചിട്ട് മണിം ബാലായ ദദിവാൻ ആ മണി എടുത്തിട്ട് ആ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് സിംഹത്തിനെ വധിച്ച് ആ മണി എടുത്തിട്ട് തൻ്റെ പുത്രന് കളിക്കാൻ കൊടുത്തു. മണി ബാലായ ദദിവാൻ കുട്ടിക്കായിക്കൊണ്ട് കൊടുത്തു. ഇവിടെ അല്പമനസ അനേന അല്പബുദ്ധിയായ സത്രാജിത്ത് എന്ന് പറയുമ്പോൾ സത്രാജിത്തിന് ആ ധനത്തോടുള്ള ആർത്തി അതാണ് ഇവിടെ അല്പബുദ്ധി എന്ന് പറയുന്നത്. ജ്ഞാനിയാണെങ്കിൽ ഒന്നിനോടും ആർത്തി ഉണ്ടാവില്ല, അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇവിടെ മേൽപ്പത്തൂർ സത്രാജിത്തിനെ അല്പബുദ്ധി എന്ന് വിശേഷിപ്പിച്ചിരിക്കാൻ ആ രത്നം ഭഗവാൻ ചോദിച്ചപ്പോൾ ഭഗവാന് സമർപ്പിക്കാൻ തോന്നിയെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന എന്തെല്ലാം അനർത്ഥങ്ങളാണ് ഒഴിവാക്കാമായിരുന്നത്. അപ്പം ഇവിടെ അല്പമനസ അനേന തുഭ്യം അതത്തം തമ്മണിവരം അല്പജ്ഞാനിയായ സത്രാജിത്ത് രത്നത്തെ ഭഗവാന് കൊടുക്കാതെ സ്വന്തം അധീനതയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അനുജനായ പ്രസേനൻ ആ രത്നമെടുത്ത് കഴുത്തിലിട്ട് നായാട്ടിന് പോയി. ആ രത്നത്തിൻ്റെ തിളക്കം കണ്ടിട്ട് അത് മാംസമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രസേനനെ ആ സിംഹം കൊന്നു. അത് കാണാനിടയായ ഒരു വാനരശ്രേഷ്ഠനായ ജാമ്പവാൻ സിംഹത്തിനെ വധിച്ചിട്ട് ആ രത്നം തൻ്റെ പുത്രന് കളിക്കാനായിട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ ശ്ലോകം. ശശംസു സത്രാജിദ്ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോഭി സ്വജനസഹിതോ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകഭിഗുഹാം. പദമുറിച്ച് പറയാം. ശശംസുഹു സത്രാജിത് ഗിരം അനു ജനാഹ ത്വാം ജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക തതഃ സർവജ്ഞോഭി സ്വജനസഹിതഃ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭി ഗതഃ ഗതോ ഭൂഹു കഭിഗുഹാം. സത്രാജിത്തിൻ്റെ വാക്ക് എന്ന് പറയുമ്പോൾ സത്രാജിത്ത് പറഞ്ഞു പരത്തിയതനുസരിച്ച് അതനുസരിച്ച് സത്രാജിത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് ജനങ്ങൾ ത്വാം മണിഹരം ശശംസുഹു അങ്ങയെ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ മണിയെ ഹരിച്ച സെമന്തകം കട്ടവൻ എന്ന് പറയാൻ തുടങ്ങി. ഗുണിനാം ദോഷകണിക ഗുണവാന്മാരുടെ ദോഷലേശം ജനാനാം പീയൂഷം ഭവതി ജനങ്ങൾക്ക് അമൃതാണ്. തതഃ അനന്തരം സർവജ്ഞനാണെങ്കിലും സ്വജനസഹിത സാധാരണക്കാരനെ പോലെ സ്വജനസഹിത സ്വന്തം ആൾക്കാരും ഒരുമിച്ച് മാർഗണപരഃ സ്യമന്തകം അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടു. തം പ്രസേനം ഹരിം അഭി ദൃഷ്ട്വാ ആ കാട്ടിലെ പ്രസേനം ഹരിം അഭി പ്രസേനനെയും ഒപ്പം സിംഹത്തെയും കണ്ടിട്ട് ആ പ്രസേനനും സിംഹവും മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് കഭിഗുഹാം ഒരു കുരങ്ങനാണ് എന്ന് സംശയിച്ചിട്ട് കഭിഗുഹാം ഗതഃ അഭൂഹ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുരങ്ങൻ്റെ ഗുഹയിലേക്ക് കടന്നു ചെന്നു. സത്രാജിത്ത് ഗിരം അനുജനാഹ
സത്രാജിത്തിൻ്റെ വാക്കിനെ അനുകരിച്ച് ജനങ്ങൾ എന്ന് പറയുമ്പോൾ അനുജനായ പ്രസേനനെ കാണാതായ സത്രാജിത്ത് ദുഃഖിതനായിട്ട് കണ്ടവരോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്നാണ്. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗത ഭ്രാതാ മമേതി തശ്രുത്വ കർണേ കർണേ ജഭഞ്ജന. ഭാഗവതം. സെമന്തകമണി കഴുത്തിലിട്ട് നായാട്ടിന് പോയ അനുജനെ കാണാതായപ്പോൾ സത്രാജിത്ത് കാണുന്നവരോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ കൃഷ്ണനുണ്ടല്ലോ, ഈ രത്നം എന്നോട് ഒരിക്കൽ ചോദിച്ചതാ, ഞാൻ കൊടുത്തില്ല. ആ മണി കഴുത്തിലിട്ടിട്ടാണ് എൻ്റെ സഹോദരൻ പ്രസേനൻ കാട്ടിലേക്ക് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മണി കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തന്നെ കൊന്നതായിരിക്കും. ഇത് കർണേ കർണേ ജഭഞ്ജനാഹ, ഒരു ചെവിയിൽ നിന്ന് വേറൊരു ചെവിയിലേക്ക് അങ്ങനെ അത് ഓരോരുത്തരും പറഞ്ഞ് നാട് മുഴുവൻ അത് പരന്നു. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, സജ്ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ട് എന്ന് തോന്നുമ്പോഴേക്കും അതിനെ പർവ്വതീകരിച്ച് പെരുപ്പിച്ച് പറയാൻ ജനങ്ങൾക്ക് എല്ലാ കാലത്തും വലിയ താല്പര്യമാണ്. ഗുണിനാം ദോഷകണിക ജനാനാം പീയൂഷം ഭവതി. സജ്ജനങ്ങളുടെ ദോഷത്തിൻ്റെ ഒരു കണിക പോലും ദുർജനങ്ങൾക്ക് അമൃതാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ സജ്ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് കാണാൻ കാത്തിരിക്കുകയാണ്. എന്താ പറയുക, ദുഷ്ട ആളുകൾ, ദുർജനങ്ങൾ. അപ്പോൾ അവർക്ക് ചെറുതെങ്കിലും ഒരു ദോഷം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ദുർജനങ്ങൾക്ക് അത് അമൃതാണെന്ന് പറയണം. അത് പറഞ്ഞു വരുത്താൻ വലിയ ഉത്സാഹമാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ അതൊക്കെ കേട്ട് സർവജ്ഞനാണെങ്കിലും എല്ലാം അറിയുന്ന ആളാണെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ മനുഷ്യാവതാരമാണല്ലോ അല്ലേ. അപ്പോൾ സ്വന്തം ആൾക്കാരുമായി കൂടി ചേർന്ന് സ്യമന്തകം അന്വേഷിച്ച് പുറപ്പെട്ടു. അങ്ങനെ കാട്ടിൽ വെച്ച് പ്രസേനനെയും സിംഹത്തെയും കണ്ടു. എന്നിട്ട് ആ സിംഹത്തെ വധിച്ചത് കുരങ്ങനാണ് എന്ന്, ആ രണ്ടുപേരെയും വധിച്ചത് കുരങ്ങനാണ് എന്ന് സംശയിച്ചിട്ട് കുരങ്ങൻ്റെ താമസ സ്ഥലമായ അവിടെ അടുത്ത് കണ്ട ഒരു ഗുഹയിലേക്ക് കടന്നു ചെന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. ഭവന്തമവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോധുമിത്യാലപൻ വിഭോ രഘുപദേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. പദമുറിച്ച് പറയാം. ഭവന്തം അവിതർക്കയൻ അതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദശരണം ഹി മാം ക ഇഹ രോധുമിത്യാലപൻ വിഭോ രഘുപദേ ഹരേ ജയ ഇതി അലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഭക്തചൂടാമണി ഹി അതിവയാഹ, പരമഭക്തനും അതിവൃദ്ധനുമായ ജാംബവാൻ ഭവന്തം അവിതർക്കയൻ, ഭഗവാനെ അങ്ങയെ ശരിക്കും മനസ്സിലാക്കാതെ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാതെ, മുകുന്ദശരണം ഹി മാം രോധും, മുകുന്ദനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന, മോക്ഷദായകനായ മുകുന്ദനെ ശരണം പ്രാപിച്ചിരിക്കുന്ന മാം രോധും, എന്നെ തടയുവാൻ, ഇഹ കഹ, ഇവിടെ ഇതാരാണ്, ഇതി സ്വയം ആലപൻ എന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ട്, വിഭോ രഘുപദേ ഹരേ ജയ ഇതി, ആ സർവവ്യാപിയായ ശ്രീരാമചന്ദ്ര ഹരേ ജയിച്ചാലും എന്നങ്ങനെ സ്തുതിച്ചുകൊണ്ട് ആ ജാംബവാൻ അലം ചിരം മുഷ്ടിഭിഹി, അലം വളരെ നേരം മുഷ്ടി കൊണ്ട് തവ സമർച്ചനം വ്യഥിത, അങ്ങയെ നല്ലതുപോലെ പൂജനം ചെയ്തു. അപ്പം കുറേ നേരം മതിയാവുന്നവരെ മുഷ്ടികളെ കൊണ്ട് ഭഗവാനെ നല്ലവണ്ണം പൂജിച്ചു എന്ന് പറയുമ്പോൾ നല്ല ഇടി കൊടുത്തു എന്നർത്ഥം. അപ്പം ഇവിടെ പരമഭക്തനും വളരെയേറെ പ്രായവുമുള്ള ജാംബവാൻ ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങ് ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ മോക്ഷദായകനായ മുകുന്ദൻ മാത്രം ആശ്രയമായിരിക്കുന്നവൻ
മുകുന്ദനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന പ്രസിദ്ധി നേടിയ എന്നോട് എതിർക്കാൻ ആരുണ്ട് എന്നിങ്ങനെ സ്വയം പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്ര ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരം മുഷ്ടി കൊണ്ട് ഭഗവാനെ നല്ലതുപോലെ ഇടിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടല്ല ഇടിക്കണത്, എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്ര ജയ എന്ന് പറഞ്ഞിട്ട് മുഷ്ടി കൊണ്ട് പ്രഹരിക്കുമ്പോഴും ഭഗവാനെ തന്നെയാണ് പ്രഹരിക്കുന്നതെന്ന് പിന്നീടാണ് ജാംബവാന് മനസ്സിലാകുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം. ബുദ്ധ്വാദതേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ അനുഗൃണ്ണന്നമുമാഗാഹ സപതി ച ശത്രാജിതേ മണിം പ്രാദാഹ. പദമുറിച്ച് പറയാം. ബുദ്ധ്വാധ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ അനുഗൃണ്ണൻ അമും ആഗാഹ അനുഗൃണ്ണന്നമുമാഗാഹ സപതി ച ശത്രാജിതേ മണിം പ്രാദാഹ. അധ ബുദ്ധ്വ അനന്തരം മനസ്സിലാക്കിയിട്ട് എന്ന് പറയുമ്പോൾ അങ്ങയെ തിരിച്ചറിഞ്ഞിട്ട്, തേന ദത്താം അങ്ങയാൽ അല്ല സത്രാജിത്തിനാൽ, സത്രാജിത്തല്ല ഇവിടെ ജാംബവാൻ, തേന എന്ന് പറയുമ്പോൾ ജാംബവാനാൽ ദത്താം കൊടുക്കപ്പെട്ട, അനന്തരം ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ട് ജാംബവാനാൽ കൊടുക്കപ്പെട്ട തിരുമുൽ കാഴ്ചയായിട്ട് നൽകിയ നവരമണീം എന്ന് പറയുമ്പോൾ മുഗ്ധയായ സുന്ദരിയെ എന്ന് പറയുമ്പോൾ സുന്ദരിയായ ആ ജാംബവതിയെയും വരമണിം ച സെമന്തക മണിയെയും പരിഗൃണ്ണൻ സ്വീകരിച്ചിട്ട് അമും അനുഗൃണ്ണൻ ഇവനെ ജാംബവാനെ, അമും എന്ന് പറയുമ്പോൾ ഇവനെ ജാംബവാനെ അനുഗൃണ്ണൻ അനുഗ്രഹിച്ചുകൊണ്ടും ആഗാഹ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. സപതി ഉടനെ തന്നെ ച സത്രാജിതേ മണിം പ്രാദാഹ ഉടനെ തന്നെ സത്രാജിത്തിന് മണിം പ്രാദാഹ ആ സ്യമന്തക രത്നത്തെ കൊടുക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിലെ ജാംബവതി വിവാഹം വർണ്ണിക്കുകയാണ്. ജാംബവാന്റെയും കൃഷ്ണന്റെയും രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ആ ശബ്ദം, ആ മുഷ്ടി കൊണ്ട് പ്രഹരിക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ അങ്ങനെ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ആ ശബ്ദം ഇടിവെട്ട് പോലെ കഠോരമായിരുന്നു എന്നാണ് പറയുന്നത്. യാതൊരു ക്ഷീണവും കൂടാതെ 28 ദിവസം രാവും പകലും ഒരുപോലെ ദ്വന്ദ്വയുദ്ധം നടന്നു എന്ന് ഭാഗവതം. ആസീദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭി വജ്രനിഷ്പേഷ പരുഷേ അവിശ്രമമഹർനിശം. അപ്പോൾ കൃഷ്ണൻ്റെ കുറേ ഇടികൊണ്ടപ്പോൾ ജാംബവാൻ വിചാരിച്ചു സാക്ഷാൽ ശ്രീരാമചന്ദ്രന് പോലും ഇത്രയും ശക്തിയില്ലല്ലോ എന്ന്. അമാനുഷമായ ആ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ജാംബവാന് മനസ്സിലായി ഇത് വിഷ്ണുവാണെന്ന്. അപ്പോൾ ഇവിടെ അധ ബുദ്ധ്വാ തേന ദത്താം നവരമണീം വരമണിം ച പരിഗൃണ്ണൻ. അങ്ങനെ ജാംബവാൻ തിരുമുൽ കാഴ്ചയായിട്ട് സുന്ദരിയായ തൻ്റെ മകൾ ജാംബവതിയെയും ഒപ്പം സ്യമന്തകമണിയും ഭഗവാന് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഭഗവാൻ രണ്ടും സ്വീകരിച്ചുകൊണ്ട് ജാംബവാനെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി വന്ന ഉടനെ തന്നെ സ്യമന്തകമണി സത്രാജിത്തിന് കൊടുത്തു. ഇനി 6-ാമത്തെ ശ്ലോകം. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാസ്തസ്യൈവാദാൻമണിം ഗഹനാശയ. പദമുറിച്ച് പറയാം. തദനു സ ഖലു വ്രീളാലോലഃ വിലോല വിലോചനാം ദുഹിതരം അഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാഃ തസ്യൈവ അദാത് മണിം. പ്രമുദിതമനാഃ തസ്യ ഏവ അദാത് മണിം.
പ്രമുദിതമനാസ്തസ്യൈവാദാന്മണിം ഗഹനാശയ. തദനു അനന്തരം ധീമാൻ സഹ ബുദ്ധിമാനായ ആ സത്രാജിത്ത് വ്രീളാലോലഹ ലജ്ജയാൽ ചഞ്ചലനായിട്ട് വിലോചനാം ഇളകുന്ന ചലിക്കുന്ന ആ മിഴിയുള്ളവളും അതുപോലെ തന്നെ ഗിര ഏവ വാക്കുകൊണ്ട് മാത്രം വാക്കിനാൽ പര അർപ്പിതം മറ്റൊരാൾക്ക് അർപ്പിച്ച ദുഹിതരം ഭാമാം പുത്രിയായ സത്യഭാമയെ മണിന സാർദ്ധം സെമന്തകമണിയോടു കൂടിയിട്ട് തുഭ്യം അതിഥ അങ്ങേക്കായിക്കൊണ്ട് ദാനം ചെയ്തു. അഹോ അദ്ഭുതം. ഗഹന ആശയ ഭവാൻ അഭി ആർക്കും ഗ്രഹിക്കാൻ സാധിക്കാത്ത മനസ്സോടുകൂടിയ ഭവാൻ അഭി അങ്ങയും ലഭ്യം സമേത്യ കിട്ടേണ്ടത് കിട്ടിയിട്ട് പ്രമുദിതമനാഹ എന്ന് പറയുമ്പോൾ സത്യഭാമയെ ആഗ്രഹിച്ച സത്യഭാമയെ കിട്ടിയിട്ട് പ്രമുദിതമനാഹ സന്തുഷ്ടഹൃദയനായിട്ട് തസ്യ ഏവ അവന് തന്നെ എന്ന് പറയുമ്പോൾ ആ സത്രാജിത്തിന് തന്നെ മണിം അതാത് രത്നത്തെ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ രത്നം സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ തിരിച്ചെത്തിയിട്ട് രത്നം സത്രാജിത്തിന് കൊടുത്തു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സത്രാജിത്തിന് വളരെയധികം ലജ്ജ തോന്നിയെന്നാണ്. തല താഴ്ത്തിയിട്ട് ആ രത്നം വാങ്ങി ഗൃഹത്തിലേക്ക് പോയി. പിന്നീട് സത്രാജിത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്നാണ്. ഭഗവാനോട് വെറുതെ വൈരം വെച്ചുവല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ അപരാധത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് മകളായ സത്യഭാമയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മകളെ ശതധന്വാവിനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗിരായേവ പര അർപ്പിതാം ദുഹിതരം ഭാമാം വാക്കുകൊണ്ട് മറ്റൊരുവന് അർപ്പിച്ച മകളായ ഭാമയെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചതാണെങ്കിലും കൃഷ്ണനോട് ചെയ്ത അപരാധം തീർത്ത് ആ നഷ്ടപ്പെട്ട മനസ്സമാധാനം തിരിച്ചു കിട്ടാനായിട്ട് സത്യഭാമയെ സെമന്തക മണിയോട് കൂടിയിട്ട് ഭഗവാന് ദാനം ചെയ്തു എന്നാണ്. മണിനാസാർദ്ധം തുഭ്യം അതിഥ. അപ്പോൾ അങ്ങനെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത മനസ്സോടുകൂടിയ ഭഗവാൻ ഗഹനാശയ ഭവാൻ എന്നാണ്. മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത മനസ്സോടുകൂടിയ ഭഗവാൻ ലഭ്യം സമേത്യ ലഭിക്കേണ്ടത് ലഭിച്ചിട്ട് ഏറെ സന്തോഷിച്ചിട്ട് ശമന്തകം സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുത്തു. ഇനി 7ാമത്തെ ശ്ലോകം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാദേ ഹീ ഗാന്ധിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാരാം. പദം കുറിച്ച് പറയാം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയാഥ കുരൂൻ പ്രയാദേ ഹി ഗാന്ധിനേയ കൃതവർമ്മഗിര നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ത്വയി വ്രീളാകുലാം സത്യഭാമാം അവിടുന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് ലജ്ജാവതിയായ സത്യഭാമയെ രമയതി രമിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ പിന്നീട് കൗന്ദേയ ദാഹ കഥയ പാണ്ഡവന്മാര് വെന്തുപോയി എന്ന വാർത്ത എന്ന് പറയുമ്പോൾ പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന ഒരു വാർത്ത കേട്ടിട്ട് കുരൂൻ പ്രയാദേ കുരുദേശത്തേക്ക് ഹസ്തിനപുരത്തേക്ക് പോയി. ഹി ശതധനുഹു ഗാന്ധിനേയ കൃതവർമ്മ ഗിര. ഹി എന്ന് പറയുമ്പോൾ കഷ്ടം. ആ സമയത്ത് ശതധന്വാവ് അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ട് ഗാന്ധിനേയ കൃതവർമ്മ ഗിര അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ടിട്ട് സത്രാജിതം നിപാത്യ സത്രാജിത്തിനെ വധിച്ചിട്ട് മണിം ആജഹാര ആ മണി ശമന്തകമണി അപഹരിച്ചു.
അപ്പോൾ ഭഗവാൻ ലജ്ജ കൊണ്ട് വിവശയായ ആ സത്യഭാമയെ രമിപ്പിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വാർത്ത കേട്ട് ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പോവാണ്. ആ സമയത്ത് ശതധന്വാവ് അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ട് സത്രാജിത്തിനെ നിഗ്രഹിച്ചിട്ട് സ്യമന്തകരത്നം തട്ടിയെടുത്തു. ഗാന്ധിനേയ കൃതവർമ്മഗിര ശതധനു സത്രാജിതം നിപാത്യ. അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്ക് കേട്ട് സത്രാജിത്തിനെ വധിച്ചു എന്ന് പറയുമ്പോൾ രാമകൃഷ്ണന്മാരില്ലാത്ത സമയത്ത് രണ്ടുപേരും കൂടി ശതധന്വാവിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. പറഞ്ഞു, അതെ, ഈ സത്രാജിത്ത് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ സത്യഭാമയെ വിവാഹം കഴിച്ചു തരാം എന്ന്. ഇപ്പോൾ എന്തായി? മകളേതാ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു. ഇത് ക്ഷമിക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. ഇതിന് പകരം ചോദിക്കണം. ഇത്രയും കേട്ടപ്പോൾ സ്വതേ പാപിയാണ് ശതധന്വാവ്. അപ്പം സ്വതേ പാപിയായ ശതധന്വാവ് സത്രാജിത്തിനെ വധിക്കാൻ തന്നെ നിശ്ചയിച്ചു. ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന ആ സത്രാജിത്തിനെ വധിച്ച് ആ ശതധന്വാവ് ആ രത്നത്തെ സ്വന്തമാക്കി. ഇനി 8ാമത്തെ ശ്ലോകം. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗതാം സമശിശിക്ഷദധാർത്തരാഷ്ട്രം. പദമുറിച്ച് പറയാം. ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ, കുരൂനുപഗതാം അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയഃ താം സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമഃ ഗതാം സമശിശിക്ഷത ധാർത്തരാഷ്ട്രം. ശോകാത് ദുഃഖം കൊണ്ട് എന്ന് പറയുമ്പോൾ ആ സത്രാജിത്ത് വധിച്ചപ്പോൾ ഉണ്ടായ ആ ദുഃഖം കൊണ്ട് കുരൂൻ ഉപഗതാം ആ ദുഃഖിച്ചുകൊണ്ട് അങ്ങനെ ഹസ്തിനപുരത്തിലേക്ക് വന്നെത്തിയ ആ സത്യഭാമ സത്രാജിത്ത് മരിച്ചപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഹസ്തിനപുരത്തിലേക്ക് വന്നെത്തിയ കാന്താം അവലോക്യ, പ്രിയയെ സത്യഭാമയെ കണ്ടിട്ട് ദ്രുതം ശതധനും ഹത്വ, പെട്ടെന്ന് തന്നെ ശതധന്വാവിനെ വധിച്ചിട്ട് താം സമഹർഷയ, ആ സത്യഭാമയെ സമഹർഷയ നല്ലതുപോലെ സന്തോഷിപ്പിച്ചിട്ട് രാമഃ രത്നേ സശങ്കഃ ഇവ, എന്നാൽ ബലരാമൻ രത്നേ സ്യമന്തകത്തെ കുറിച്ച് സംബന്ധിച്ച് സ്യമന്തക വിഷയത്തെ സംബന്ധിച്ച് സശങ്കഃ ശങ്ക ഉള്ളവനെ പോലെ മൈഥിലഗേഹം ഏത്യ മിഥില രാജധാനിയിൽ എത്തിയിട്ട് ധാർത്തരാഷ്ട്രം ദുര്യോധനനെ ഗദാം സമശിശിക്ഷത, ഗദായുദ്ധം വേണ്ടതുപോലെ പഠിപ്പിച്ചു. അപ്പോൾ ശതധന്വാവ് ആ രത്നത്തെ അങ്ങനെ സ്വന്തമാക്കി. പിന്നീട് സത്യഭാമ ഹസ്തിനപുരത്തിലെത്തിയിട്ട് പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് അറിയിച്ചു. അത് കേട്ട ഉടനെ കൃഷ്ണൻ ബലരാമനും സത്യഭാമയും ഒക്കെ ആയിട്ട് വീണ്ടും ദ്വാരകയിലെത്തി. ശതധന്വാവ് ഇതറിഞ്ഞു, ഭയമായി. ആദ്യം കൃതവർമാവിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. കൃതവർമാവ് കൈയൊഴിഞ്ഞു, പറഞ്ഞു, രാമകൃഷ്ണന്മാർ ഈശ്വരന്മാരാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് അക്രൂരൻ്റെ അടുത്തെത്തി. അക്രൂരനും കൃതവർമാവും ചേർന്നിട്ടാണ് സത്രാജിത്തിനെ വധിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കൈയൊഴിയാണ്. രാമകൃഷ്ണന്മാരുടെ പ്രഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന അക്രൂരർ പറഞ്ഞു, സപ്തഹായന ശൈലം ഉത്പാട്യ ഏകേന പാണിന ദധാരലീലയാ ബാല ഉച്ചലീന്ദ്രമിവ അർഭക. ഭാഗവതം. ഒറ്റ കൈകൊണ്ട് അനായാസമായിട്ടൊരു കൂണ് പറിച്ചെടുക്കുന്നത് പോലെ ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുത്ത് ഉയർത്തിപ്പിടിച്ച 7 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനോട് എതിർക്കാൻ ആർക്കാണ് സാധിക്കുക? ഇതുകൂടെ കേട്ടപ്പോൾ ശതധന്വാവ് ആ മണി അവിടെ തന്നെ ഇട്ടിട്ട് ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് മിഥിലാപുരിക്ക് പോയി. അപ്പോൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കൃഷ്ണൻ പിടിച്ച് വധിച്ചു. അപ്പോൾ ഇവിടെ ഈ രാമഃ രത്നേ സശങ്ക ഇവ, ബലരാമൻ സ്യമന്തകത്തെ സംബന്ധിച്ച് സംശയമുള്ളതുപോലെ എന്ന് പറയുമ്പോൾ ശതധന്വാവിനെ കൊന്നിട്ടും
ശമന്തകമണി കിട്ടിയില്ല എന്ന് കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബലരാമന് അത്ര വിശ്വാസം പോരാ കൃഷ്ണനെ എല്ലാം അറിയാം, എന്നെ പറ്റിക്കാൻ പറയണതാ എന്ന് ചിന്തിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ആ മണി ദ്വാരകയിൽ തന്നെ ആരെയെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അവിടെ പോയി അന്വേഷിക്കൂ. ഇവിടെ അക്രൂരനെ സംശയിച്ചിട്ട് തന്നെ ആയിരിക്കണം ബലരാമൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ദ്വാരകയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബലരാമൻ മിഥിലാപുരിയിലേക്ക് പോയി. മൈഥിലഗേഹം എത്തിയ അങ്ങനെ ആ മിഥില രാജധാനിയിൽ എത്തിയിട്ട് അവിടെ കുറച്ചു കാലം താമസിച്ചുകൊണ്ട് ദുര്യോധനനെ ബലരാമൻ ഗദായുദ്ധം അഭ്യസിപ്പിച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. അക്രൂരയേഷ ഭഗവൻ ഭവദിച്ഛയൈവ സത്രാജിതകുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. പദം മുറിച്ച് പറയാം. അക്രൂര ഏഷ ഭഗവൻ ഭവദിച്ഛയേവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതഃ മണിമനാഹൃതവാൻ പുനഃ ത്വം പുനസ്ത്വം തസ്യൈവ ഭൂതിം ഉപധാതും ഇതി ബ്രുവന്തി. ഭഗവാനെ ഗുരുവായൂരപ്പ, ഏഷ അക്രൂരഃ, ഈ അക്രൂരൻ, ഭവത ഇച്ഛയായവ, അങ്ങയുടെ ഇച്ഛയനുസരിച്ച് തന്നെ, കുചരിതസ്യ സത്രാജിതഃ, ദുഷ്കൃതങ്ങൾ ചെയ്ത ആ സത്രാജിത്തിനെ, ഹിംസാം യുയോജ, ഹിംസിപ്പിച്ചത്. പറയാണ് ഭഗവാനെ അങ്ങയുടെ, മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് ആ ദുഷ്കൃത്യങ്ങൾ അനേകം ചെയ്ത സത്രാജിത്തിനെ ഹിംസിപ്പിച്ചത്. ത്വം പുനഃ അക്രൂരതഃ, ഭഗവാനാകട്ടെ അക്രൂരൻ്റെ പക്കൽ നിന്ന് ശമന്തകം തിരിച്ചെടുക്കുകയുണ്ടായില്ല. മണിമനാഹൃതവാൻ, മണിയെ തിരിച്ചെടുത്തില്ല. തസ്യ ഏവ ഭൂതിം ഉപധാതും ഇതി ബ്രുവന്തി. ആ തിരിച്ചെടുക്കാതിരുന്നത് തസ്യ ഭൂതിം ഉപധാതും ഏവാം, ആ അക്രൂരന് ഐശ്വര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് തിരിച്ചെടുക്കാഞ്ഞത് എന്ന് ഇതി ബ്രുവന്തി എന്ന് അറിവുള്ളവർ പറയുന്നു എന്ന് മേൽപ്പത്തൂര് പറയുന്നു. അപ്പം ഇവിടെ ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ്, ഭഗവാനെ, ഈ അക്രൂരൻ അങ്ങയുടെ ഇച്ഛയാൽ തന്നെയാണ് സർവം ഭവത് പ്രേരണാത്, അല്ലേ, എല്ലാം ഭഗവാന്റെ പ്രേരണ. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാന്റെ ആ പ്രേരണ കൊണ്ട് തന്നെയാണ് സത്രാജിത്തിനെ ഹിംസിപ്പിച്ചത് എന്ന് പറയുമ്പോൾ കൊല്ലാൻ പ്രേരിപ്പിച്ചത് അക്രൂരനാണ്. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ ഇഷ്ടം, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ്. എന്നാൽ അക്രൂരൻ്റെ കയ്യിൽ ശമന്തകമുണ്ട് എന്നറിയാമായിരുന്നിട്ടും അത് തിരിച്ചു വാങ്ങിയില്ല. അക്രൂരന് ഐശ്വര്യം വർദ്ധിച്ചു വരട്ടെ എന്ന് കരുതിയാണ് ഭഗവാൻ അത് തിരിച്ചു വാങ്ങാത്തത് എന്ന് അറിവുള്ളവർ പറയുന്നു. ബ്രുവന്തി, അറിവുള്ളവർ പറയുന്നു എന്ന് മേൽപ്പത്തൂര് പറയുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. ഭക്തസ്ത്വയി സ്ഥിരതരസ്സഹി ഗാന്ധിനേയസ്തസ്യൈവ കാപഥമധി കഥമീശ ജാതാം വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. പദമുറിച്ച് പറയാം. ഭക്തസ്ത്വയി സ്ഥിരതരഃ സഹി ഗാന്ധിനേയഃ തസ്യ ഏവ ഗാന്ധിനേയസ്തസ്യൈവ കാപഥമധിഃ കഥം ഈശ ജാത വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവത കൃതൈവ. ഈശ, ഗുരുവായൂരപ്പ, സഹ ഗാന്ധിനേയഃ, ആ അക്രൂരൻ, ത്വയി സ്ഥിരതരഃ ഭക്തഃ ഹി, അങ്ങയിൽ സ്ഥിരമായ ഉറച്ച ഭക്തിയുള്ളവനാണല്ലോ. തസ്യ ഏവ കാപഥമതിഃ, അവന് തന്നെ, തസ്യ ഏവ, ആ അക്രൂരന് തന്നെ, കാപഥമതിഃ, ചീത്തമാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധി കഥം ജാത, എങ്ങനെയാണ് ഉണ്ടായത്. അഹം
വിജ്ഞാനവാൻ പ്രശമവാൻ ഇതി ഉദീർണം ഗർവം. ഞാൻ ജ്ഞാനിയാണ്, അതുപോലെ പ്രശമവാൻ ഞാൻ ശാന്തിയോടുകൂടിയിരിക്കുന്നവനാണ്. അങ്ങനെയൊക്കെ ആ അക്രൂരൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന അഗർവം, അഹങ്കാരത്തെ ശമയിതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭവത കൃത ഏവ, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭവത കൃത, അങ്ങയാൽ തന്നെ ചെയ്യപ്പെട്ടതാണ്. അക്രൂരൻ്റെ ഉള്ളിൽ ഈ ദുർബുദ്ധി ഉണ്ടായത് അങ്ങയുടെ തന്നെ പ്രേരണയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ അക്രൂരന് ഒരു അഹങ്കാരം, ഞാൻ അറിവുള്ളവനാണ്, എന്താ പറയുക, ശാന്തിയോടുകൂടി ഇരിക്കുന്നവനാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു അഹങ്കാരം നീക്കുവാൻ വേണ്ടിയിട്ട് ഭവതാകൃത ഏവ ധ്രുവം, അങ്ങയാൽ തന്നെ അത് അക്രൂരനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചതാണ്. ഏവ കൃത ഏവ, അങ്ങ് തന്നെ ചെയ്യിച്ചതാണ്. ധ്രുവം തീർച്ച എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകം മേൽപ്പത്തൂർ സ്വയം ഭഗവാനോട് ചോദിക്കുന്നതാണ്. സ്വന്തം സംശയം ഭഗവാനോട് ചോദിക്കുന്നതാണ്. ഗുരുവായൂരപ്പ, ആ അക്രൂരൻ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച ഭക്തനാണല്ലോ. അപ്പോൾ ശതധന്വാവിനെ സത്രാജിത്തിനെ ഹിംസിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കാൻ ആ അക്രൂരന് എങ്ങനെയാണ് തോന്നിയത്? ആ സത്രാജിത്തിനെ വധിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആ അക്രൂരന് അങ്ങനെ തോന്നിയത്? അപ്പോൾ ഇങ്ങനെയൊരു ദുർബുദ്ധി സജ്ജനങ്ങൾക്ക് ഉണ്ടാകാത്തതാണല്ലോ. ചിലപ്പോൾ അക്രൂരന് ഞാൻ ബുദ്ധിമാനാണ്, ശാന്തനാണ് എന്നിങ്ങനെയുള്ള അഹങ്കാരം കുറച്ചെങ്കിലും അക്രൂരൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ തന്നെയാണ് അക്രൂരരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത് എന്നത് തീർച്ചയാണ്. ഗർവം ശമയിതും ഭവതാ ഏവ കൃതം ധ്രുവം. ഇനി 11ാമത്തെ ശ്ലോകം. യാദം ഭയേന കൃതവർമ്മയുധം പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയനഃ പവനേശപായാ. പദമുറിച്ച് പറയാം. യാദം ഭയേന കൃതവർമ്മയുധം പുനഃ തം ആഹൂയ പുനസ്തമാഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയനഃ പവനേശ പായാഹ. ഭയേന ഭയം കൊണ്ട് കൃതവർമ്മയുധം യാദം, കൃതവർമാവിനോടുകൂടി ഓടിപ്പോയ തം അക്രൂരനെ പുനഃ ആഹൂയ വീണ്ടും വിളിച്ചു വരുത്തിയിട്ട് തദവിനിഹിതം മണിം പ്രകാശ്യ ച, ആ ശതധന്വാവ് അക്രൂരൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആ മണിം ശമന്തകത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത് പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ട് സുവ്രതധരെ തത്രയേവ വിനിധായ, തികച്ചും വ്രതനിഷ്ഠയുള്ള അവനിൽ തന്നെ, അക്രൂരനിൽ തന്നെ ഇതിരിക്കട്ടെ എന്ന് നിശ്ചയിച്ചിട്ട് ആ രത്നത്തെ സമർപ്പണം അക്രൂരന് തന്നെ കൊടുത്തിട്ട് തുഷ്യൻ സന്തോഷത്തോടു കൂടിയിട്ട് ഭാമാകുജാന്തശയന, സത്യഭാമയുടെ തിരുമാറിൽ വിശ്രമസുഖം അനുഭവിക്കുന്ന പവനേശ ഗുരുവായൂരപ്പ മാം പായാഹ, എന്നെ രക്ഷിക്കണേ. അപ്പോൾ കൃഷ്ണൻ ശതധന്വാവിനെ വധിച്ച കാര്യം അറിഞ്ഞപ്പോൾ പേടിച്ച് വിറച്ച് അക്രൂരനും കൃതവർമാവും ദ്വാരകയിൽ നിന്ന് ഓടിപ്പോവാൻ. അപ്പോൾ അവരിൽ 2 പേരിൽ അക്രൂരനെ പിന്നീട് ഭഗവാൻ വിളിച്ചു വരുത്തിയിട്ട് ശമന്തകമണി തിരിച്ചു കിട്ടിയെങ്കിലും ഭഗവാൻ തന്നെയാണ് അതെടുത്തത് എന്ന് ദ്വാരകയിൽ ചിലർക്കെങ്കിലും അപ്പോഴും സംശയമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബലരാമൻ. അപ്പോൾ ആ സംശയം വെച്ചുകൊണ്ടാണ് ബലരാമൻ ദ്വാരകയിലേക്ക് പോകാതെ മിഥിലാപുരിയിലേക്ക് പോയത് എന്നും ചില ആളുകൾക്ക് സംശയം ഉണ്ട്.
അപ്പോൾ ആ സംശയങ്ങളെ ദൂരീകരിക്കാനായിട്ട് ഭഗവാൻ അക്രൂരനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അക്രൂരരെ വിളിച്ചു വരുത്തിയിട്ട് ശതധന്വാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ രത്നത്തെ കാണിച്ചു കൊടുത്ത് പൗരജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ശമന്തകത്തെക്കുറിച്ചുള്ള ആ യാഥാർത്ഥ്യം അവർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ആ രത്നം അക്രൂരിനെ തന്നെ തിരിച്ചു കൊടുത്തിട്ട് സത്യഭാമയോടുകൂടി ശയനസുഖം അനുഭവിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് 80ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.